അർണോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഫ്ഗാനി ചിക്കനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു ഐറ്റമാണ് അഫ്ഗാനി ചിക്കൻ. വിശേഷ ദിവസങ്ങളിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് അഫ്ഗാനി ചിക്കൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് 1/2 കിലോ ചിക്കൻ, പിന്നെ അതിൽ ഒരു 4-5 പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, പുതിന കുറച്ചൊരു പിടി, അത് കഴിഞ്ഞ് തൈര്, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് സബോള ഒരു 2 എണ്ണം, ഇതെല്ലാം നമ്മൾ മിക്സിയിലടിച്ച് നമ്മൾ ഈ ചിക്കനിൽ ഇടുകയാണ്. അതങ്ങനെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് എടുക്കാം. അത് തണുപ്പ് മാറിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഈ കളറ്, പച്ച കളറ് കാണുന്നത് നമ്മൾ കസൂരി മേത്തി എന്ന് പറയുന്നതാണ്. അത് ഉലുവ ഇലയാണ്, അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ തണുപ്പൊക്കെ മാറി നമ്മൾ ഇത് എടുത്ത് വഴറ്റല്ല, കുറച്ച് വേവിക്കുക. ബട്ടറിലിട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ആ ബട്ടറിലിട്ട് കഴിഞ്ഞ് ഒരു 1/4 വേവാകുമ്പോൾ, ചിക്കൻ 1/4 വേവാകുമ്പോൾ അത് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ മസാലകൾ, ബാക്കി മസാലകളുള്ളതാണ് നമ്മൾ ആ ബട്ടറിൽ, ബാക്കിയുള്ള ബട്ടറിൽ നമ്മുടെ ഗ്രാമ്പു, പട്ട, അതുപോലെ അതൊക്കെ ഇട്ട് അങ്ങനെ വഴറ്റി നമ്മൾ ഗ്രേവി ആക്കിയിട്ട് ഈ ചിക്കൻ്റെ മേലെ ഇടണം. പിന്നെ അതിൻ്റെ മേലെ ഇടാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതിൽ മിക്സിയിൽ അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ പുതിനയിൽ ലാസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പും പുതിനയൊക്കെ ഇതിൽ വെതറി നമ്മൾ ടേസ്റ്റോടു കൂടി ഈ അഫ്ഗാനി ചിക്കൻ കഴിക്കാം. അപ്പം നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. എല്ലാ മസാലകളും ചേർത്ത്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മസാലകളും ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. നമ്മൾ ഇനി അത് ബട്ടറിട്ട് അത് ഒരു 1/4 വേവ്, ബട്ടറിട്ട് 1/4 വേവ് നമ്മൾ എടുക്കുകയാണ്. ഒന്ന് ചൂടായി വരണം. അങ്ങനെ ബട്ടർ എന്തായാലും ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓരോ പീസായിട്ട് ഇടുകയാണ്. മാരിനേറ്റ് ചെയ്ത നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് ഇത് 1/4 വേവിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു 1/4 വേവിലായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഇതൊന്ന് കോരിയെടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് പിന്നെ നമ്മൾ പറയാം. അത് നമ്മൾ ബാക്കിയുള്ള ബട്ടറിൻ്റെ എണ്ണയിൽ തന്നെ നമ്മൾ ഇത് പട്ട ഒരു 2 കഷ്ണം ചെറുതാക്കി പൊട്ടിച്ചിട്ടത്, ഗ്രാമ്പു 4 എണ്ണം, അത് നമ്മളൊന്ന് ചെറിയൊരു പൊരിച്ചെല്ലെടുക്കുകയാണ്. ചെറിയൊരു മുരിച്ചെല്ലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി, ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഗ്രേവി ബാക്കിയില്ലായിരുന്നു. നന്നായി നമ്മൾ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കസൂരി മേത്തി, കുറച്ച് മാരിനേറ്റ് ചെയ്യുമ്പോൾ കസൂരി മേത്തി ഇട്ടുണ്ട്. ഇപ്പോഴും ചെറിയ ഒരു കളറിന് കസൂരി മേത്തി. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മൾ മിക്സിയിൽ അടിച്ചതുണ്ടായിരുന്നു,
അത് ഒന്ന് ഗ്രേവി ആക്കിയിട്ടിടുക. ഗ്രേവിയിലേക്ക് കുറച്ചിട്ടു, കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളാക്കി വെച്ച ഈ ഗ്രേവി ഗ്യാസ് ഓഫാക്കി നമ്മൾ ഇതിലേക്ക് ഇടണം. അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങളും ഇതുപോലെ ഈ അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കണം, ടേസ്റ്റ് നോക്കണം. എല്ലാവർക്കും നമ്മുടെ വിരുന്നുകാർക്ക് ഗസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഈ അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു ഐറ്റമാണ് അഫ്ഗാൻ ചിക്കൻ. അടിപൊളിയുണ്ട്. ഓരോ ചിക്കൻ കഷ്ണത്തിനും അതിൻ്റെ ഗ്രേവിയും കൂടി വരുന്ന സമയത്ത് ആ ഗ്രേവി തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. നല്ല ഗ്രേവിയാണ് എന്ന് വെച്ചാൽ അതിനൊരു പെക്യുലർ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നുണ്ട് ആ ഗ്രേവിക്ക്. ആ ഗ്രേവി എന്ന് തോന്നുന്ന ആ സാധനത്തിന് മൊത്തത്തിൽ എടുത്ത് നിർത്തുന്ന ഒരു സംഭവം. കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് ചെയ്യണം. ഇത് ഇത്തിരി ഗ്രേവി കുറഞ്ഞു പോയി. ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് നന്നായി ടേസ്റ്റ് ഒന്നുകൂടി ആ സംഭവം അത് അടിപൊളിയുണ്ട്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അഭിപ്രായമാണ്, നന്നായിട്ടുണ്ട്. ഇതിനകത്ത് ആന്റി പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇതായിരുന്നെങ്കിൽ ഗ്രേവി കുറച്ചും അടിപൊളിയാണ്. അത്ര നല്ല അടിപൊളി സാധനമാണ്. പരീക്ഷ വെക്കുക, ഇഷ്ടപ്പെടും. ഇതിൽ ഈ പൊടീന, മല്ലിയില തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ചേർന്നപ്പോൾ ഷവർമ്മ ഒക്കെ കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അത് അഫ്ഗാനി ചിക്കനാണ്, പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റിൽ തോന്നുന്നത് ഒരു ചെറിയ ചെറിയ പീസുകളായി ഇതുപോലെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രേവി ആക്കി കഴിഞ്ഞാൽ കൂടുതൽ എനിഹൗ അഫ്ഗാനി ചിക്കൻ സൂപ്പർ. ഓക്കെ, നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഞാനും കഴിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട്, സംഭവം സൂപ്പറാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം എന്തായാലും. അപ്പൊ നമ്മുടെ അഫ്ഗാനി ചിക്കൻ നെയ്ച്ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചാല് നന്നായി അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.